നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും ഇപ്പോൾ സിനിമാ മേഖലയിലെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ പ്രതികരിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, മലയാള സിനിമയിലെ നടിമാർക്കുണ്ടാകുന്ന ദുരനുഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് രാധിക ശരത്. മലയാള സിനിമാ സെറ്റുകളിൽ കാരവാനിൽ ഒളിക്യാമറ വെച്ച നടിമാരുടെ നഗ്നത ചിത്രങ്ങൾ എടുക്കുന്നുവെന്നാണ് ആരോപണം. മലയാള സിനിമയിൽ നടിമാർ സുരക്ഷിതരല്ല എന്ന വാദമാണ് തെന്നിന്ത്യയിലെ പ്രധാന നടിയായ രാധിക ശരത് കുമാർ ചർച്ചയാക്കുന്നത്. നടിമാരുടെ നഗ്നത സൂക്ഷിക്കാൻ പ്രത്യേക ഫോൾഡറുകൾ ഉണ്ട്. ഇതിൽ നിന്നും ദൃശ്യങ്ങൾ കണ്ടാസ്വദിക്കുന്ന നടന്മാരെ താൻ നേരിട്ട് കണ്ടു എന്നാണ് രാധികയുടെ വിശദീകരണം. പാടില്ലാത്തത് പലതും കേരളത്തിൽ നടക്കുന്നുണ്ട്. അവരോട് ശക്തമായി പ്രതികരിച്ചു. ചെരിപ്പൂരി അടിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഏത് ചിത്രത്തിന്റെ സെറ്റിലാണ് ഇത് കണ്ടത് എന്ന് അവർ വെളിപ്പെടുത്തിയിട്ടുമില്ല. എന്നാൽ രാധികയുടെ വെളിപ്പെടുത്തലിൽ പോലീസിന് അന്വേഷണം നടത്തേണ്ട സാഹചര്യം വരും. അതിക്രൂര ക്രൈമുകൾ കേരളത്തിലെ സെറ്റുകളിൽ നടക്കുന്നു എന്നാണ് ഇതോടെ തെളിവാകുന്നത്. രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തൽ ഏഷ്യാനെറ്റ് ന്യൂസിനോടായിരുന്നു. തെന്നിന്ത്യയിലെ സുപ്രധാന നടിയാണ് രാധിക. മലയാള സിനിമാ ലൊക്കേഷനിലെ ഞെട്ടിക്കുന്ന ദുരനുഭവം ആദ്യമായി വെളിപ്പെടുത്തുകയായിരുന്നു നടി രാധിക ശരത് കുമാർ. കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ. സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിൽ കണ്ടിട്ടുണ്ട്. ഭയന്നുപോയ താൻ കാരവാനിൽ വെച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയെന്നും രാധിക വിശദീകരിച്ചു. ഇതോടെ കാരവാനും സുരക്ഷിതമല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് അവർ. മലയാള സിനിമയിൽ നടക്കുന്നതൊന്നും പുറത്തു പറയാൻ പറ്റാത്തതാണെന്നും അവർ വ്യക്തമാക്കി. എന്നാൽ ഏത് സിനിമയുടെ സെറ്റിലാണ് ഇത് സംഭവിച്ചത് എന്നവർ പറയുന്നില്ല. ദിലീപ് ചിത്രമായ രാമലീലയിലും പവി കെയർ ടേക്ക് കെയറിലും രാധിക അടുത്ത കാലത്ത് അഭിനയിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ മോഹൻലാൽ ചിത്രമായ ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈനയിലും അഭിനയിച്ചു. 2017 മുതൽ 2024 വരെയാണ് രാധിക ഈ സിനിമകളിൽ അഭിനയിച്ചത്. സിനിമാ ലൊക്കേഷനിൽ ഇത്തരം പ്രവർത്തികൾ നടക്കുന്നുവെന്ന സൂചനകൾ ഹേമ കമ്മിറ്റിയിലും ഉണ്ടായിരുന്നു. അതുകൂടി തന്നെയാണ് രാധികയുടെ ഈ വെളിപ്പെടുത്തലിൽ പ്രാധാന്യം ഏറുന്നത്. എന്തായാലും കാരവാനുകളും സുരക്ഷിതമല്ല എന്ന് വ്യക്തമാവുകയാണ്. ഇവിടെ കൂടുതൽ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരും. എന്തായാലും ഒരു വലിയ മലയുടെ ഒരറ്റം മാത്രമാണ് വന്നു തുടങ്ങിയതെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരിക തന്നെ ചെയ്യും. പോലീസ് അന്വേഷണം ഏറ്റെടുക്കേണ്ട സാഹചര്യം കൂടി വരികയാണ്.